വളരെ ഒരു എന്താ പറയാ രസകരമായ ഒരു എപ്പിസോഡിലോട്ടാണ് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഈ കുഴിപ്പുള്ളിയിലെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നീട്ടമുണ്ട്. ഒരു 100 എബോവ് നീട്ടമുള്ള ഒരു 3 മീറ്റർ വൈഡ് ആയിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. അറ്റ് എ ടൈം 50 people can go and explore this floating bridge. അപ്പോൾ അതിന് ടിക്കറ്റ് ഫെയർ ഏതാണ്ടും ഒരു 120 വരുന്നുള്ളൂ. സോ നമുക്ക് ഇവിടെ ഈ കാണുന്ന ടിക്കറ്റ് പോയിന്റിൽ നിന്നും ടിക്കറ്റ് മേടിച്ച് നമുക്ക് ഈ ലൈഫ് ജാക്കറ്റൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ആയിട്ടുള്ള ടൈമിങ്ങിൽ ഇവിടെ ഒരു ഗാർഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അവരുടെയൊക്കെ സഹായത്തോടു കൂടി പേടിയൊന്നും കൂടാതെ ഈ ഒരു സമുദ്രത്തിൻ്റെ ഉള്ളിലോട്ട് നടക്കുവാനും തിരിച്ചു വരുവാനും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഒരു വ്ളോഗാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ അപ്പോൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ, ട്രാവൽ സ്യൂട്ട്സ്. അപ്പോൾ ഇതുപോലെ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളതും ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്തതുമായിട്ടുള്ള സ്പോട്ടിൽ നിന്ന് നിങ്ങളുടെ ട്രാവൽ സ്യൂട്ട് വരുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് എക്സ്പ്ലോർ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് ആണ് ഫ്രണ്ട്സ്. സോ ഒത്തിരി നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റ് ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒത്തിരി നോർത്ത് ഇന്ത്യൻസിന് നമുക്ക് ഇവിടെ കാണാം. ഫ്രണ്ട്സ്, ഇത് ശരിക്കും ഒരു എന്താ പറയാ ഒരു പ്രശംസ അർഹിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഫ്രണ്ട്സ്. കാരണം നമ്മളുടെ സാധാരണക്കാരായ, അതായത് വിദേശത്തൊന്നും യാത്ര ചെയ്യാൻ കഴിയാത്ത ഒത്തിരി ആളുകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒരുപോലെ ഒരു രസകരമായ അനുഭവമാണ് ഫ്രണ്ട്സ്. അതെ, കടലിലോട്ട് ഇങ്ങനെ ഇറങ്ങി ചെല്ലാനും ഈ ഒരു സൺസെറ്റ് നിങ്ങൾക്ക് കാണാലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു ഈവനിങ് നമുക്ക് ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾക്ക് കാണാം, ഇതൊരു പ്ലാസ്റ്റിക്, ഐ തിങ്ക് ഒരു പോളിത്തീൻ പ്ലാസ്റ്റിക്കിന്റെ മെറ്റീരിയലാണ്. ഇങ്ങനെ 2 സൈഡിൽ ഇങ്ങനെ ബാരിക്കെയർ പോലെ ഓരോ കയറൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ തീരത്തിൽ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും ഫീൽ ആവുന്നില്ല. ഇനി വെള്ളത്തിലോട്ട് പോകുമ്പോഴാണ് ആ ഒരു ഫ്ലോട്ടിങ് എന്നുള്ള ഒരു ഫീലിംഗ്, ഒരു അനുഭവം നമ്മൾക്ക് തോന്നുന്നത്. അതെ, അപ്പം നമ്മളിങ്ങനെ ഫ്ലോട്ടിങ് ബ്രിഡ്ജ് എന്താണ് എന്ന് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. Oh my God. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഒരു യഥാർത്ഥ മുഖം നമ്മൾ കണ്ടു തുടങ്ങി. ഭയങ്കരമായിട്ട് ഇങ്ങനെ ആടി ഒലിയുന്നൊരു ഫീലാണ് ഫ്രണ്ട്സ്. പിന്നെ നമ്മളിങ്ങനെ ലൈഫ് ജാക്കറ്റ് കിട്ടുന്ന കാരണം പ്രശ്നമില്ല എന്ന വിശ്വാസത്തിലാണ് ഞാനിങ്ങനെ നടന്നു നീങ്ങുന്നത്. ഒറ്റയ്ക്കാണ്. ഡെഡിക്കേറ്റഡ് ഒരു സ്റ്റാഫ് ഉണ്ട്. ഹായ് സർ. ഹായ്. മലയാളിയാണോ സർ? വളരെ സേഫ് ആയിട്ടുണ്ട് ആണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കാതെ പോകാം. പിന്നെ നമുക്ക് ജാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഒത്തിരി എന്താ പറയാ ഇങ്ങനെ പൊങ്ങി താന്നുള്ള ആ ഒരു അനുഭവമാണ്. So let's go inside and explore floating bridge. ഫ്രണ്ട്സ്, നമ്മളൊരു ബോട്ടിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ശരിക്കും ഒരു പ്രത്യേക ഒരു എന്താ പറയാ നന്നായിട്ട് ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ട്. സോ കിടികിടിയായിട്ട് നമ്മളിങ്ങനെ വള്ളത്തിലിരിക്കത്തില്ലേ, വഞ്ചിയിലിരിക്കുന്ന ആ ഒരു ഫീലാണ് ഫ്രണ്ട്സ്. പിന്നെ അങ്ങ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം
നോക്കത്താ ദൂരത്തുള്ള ആ സമുദ്രത്തിന്റെ ഒരു ഭംഗിയും പിന്നെ ഒത്തിരി വാട്ടർ ബേഡ്സ് നമുക്ക് കാണാം. പിന്നെ അതുകൂടാതെ സൺസെറ്റ്, ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആണ്. ഒട്ടും ചൂടില്ലാത്ത വെയിലില്ലാത്ത ഒരു ദിവസമാണ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് കാണാം കടൽ പക്ഷികളൊക്കെ പറന്നു പോകുന്നത്. ഇത് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായഭേദമന്യേ എല്ലാ ആളുകൾക്കും, കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾക്ക് വരെ കുടുംബസമേതം അല്ലെങ്കിൽ നമ്മളെ പോലെ സോളോ ട്രാവലേഴ്സോ ഓൾ കാറ്റഗറി ഓഫ് നമ്മുടെ ട്രാവൽ എന്തൂസിയാസ്റ്റിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു സ്പോട്ടാണ്. അഫോർഡബിൾ ആണ്. പിന്നെ എറണാകുളത്തിന്റെ ഏത് ഭാഗത്ത് നിന്നും വേണം, കൊച്ചിയുടെ ഏത് ഭാഗത്ത് നിന്നും നമുക്കൊരു 1 hourൽ ഇവിടെ എത്താം. സോ ഇത് കുഴിപ്പള്ളിയാണ്. കുഴിപ്പള്ളിയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഒരു അവർണ്ണനീയമായ എന്താ പറയാ ഒരു ഫീലാണിത്. കാരണം സൺസെറ്റ് ഈ സമുദ്രത്തിന്റെ വേറെ ഒരു ഒന്നുമില്ല, ഇവിടെ സമുദ്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ അപ്പൊ ആ ഒരു ഫീലിംഗ് നമ്മൾക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എനിക്ക് നീന്താൻ അറിയില്ല, ബട്ട് നമുക്ക് ഇവിടുന്ന് ലൈഫ് ജാക്കറ്റ് പ്രൊവൈഡ് ചെയ്തു. പിന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അങ്ങനെ നമുക്ക് സേഫ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചു. ഫ്രണ്ട്സ്, അപ്പോൾ ഒത്തിരി 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 ആളുകൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒത്തിരി ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും നോർത്ത് ഇന്ത്യൻസ്, ഒത്തിരി സൗത്ത് ഇന്ത്യൻ, നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ഇരുന്ന് ഇവിടെ ഉണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. 120 കൊടുത്ത് നമ്മളിവിടെ വന്നു. സോ നമുക്കിനി പോകാൻ സമയമായി ഫ്രണ്ട്സ്. സോ അപ്പോൾ ഇത്രയും നേരം ട്രാവൽ സ്ക്യൂഡിന്റെ ഈ ഒരു വ്ളോഗ് നിങ്ങൾ കണ്ടു, എൻജോയ് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു. സോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് മോട്ടിവേറ്റ് ട്രാവൽ സ്ക്യൂഡ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒത്തിരി നേരം നിന്നു ഇവിടെയുള്ള ഈ പാവപ്പെട്ട ചേട്ടന്മാരെയൊക്കെ വിഷമിപ്പിച്ചു. കാരണം നമുക്കൊരു പ്രാവശ്യം ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ വന്ന് കൊതി തീരും എന്ന് വിചാരിക്കണ്ട. പലപ്പോഴായി വരുന്നതായിരിക്കും നല്ലത്. കാരണം ഒത്തിരി ടൂറിസ്റ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം അവിടെ. സോ അപ്പോൾ നമ്മൾക്ക് അനുവദനീയമായ സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ട്രാവൽ സ്ക്യൂഡിന് ഇവിടുന്ന് പുറത്താക്കുകയാണ് ഫ്രണ്ട്സ്. പിന്നെ ഈ ചേട്ടൻ്റെ പേരെന്താ? ഗിരിചേട്ടനാണ് എന്നെ ഇപ്പോൾ കൊണ്ടുപോകുന്നത് ഫ്രണ്ട്സ്. നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്ന് കൊണ്ടുപോവാണ്. അപ്പോൾ ഇറങ്ങി കൊടുക്കുവാണ് ട്രാവൽ സ്ക്യൂഡ്. ഈ മനോഹരമായ ഈ സൺസെറ്റും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലെ ആ ഒരു ടൈമും എങ്ങനെ പോയെന്നറിയില്ല, വളരെ പെട്ടെന്ന് കടന്നുപോയി ഫ്രണ്ട്സ്. സോ വളരെ രസകരമായ ഒരു അനുഭവമാണ്. ആർക്കും വരാം. നമുക്ക് ഒറ്റയ്ക്കോ ഫ്രണ്ട്സിനോടൊപ്പമോ മാതാപിതാക്കളോ കൂടെയോ ഫാമിലിയുടെ ഒപ്പമോ നമുക്ക് വരാം. നിങ്ങൾക്ക് കാണാം ഈ സൂര്യൻ്റെ ആ ഒരു കിരണങ്ങൾ കൊണ്ട്, സൂര്യരശ്മിയുടെ ആ ഒരു ഈവനിങ്ങിൻ്റെ സൺസെറ്റിൻ്റെ ആ ഒരു ഭംഗിയുള്ള ഈ ഒരു ബീച്ചിൽ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, വളരെ ഭംഗിയുള്ള ബ്രൈറ്റ് കളേഴ്സ് കൂടിയിട്ടുള്ള ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒരു പക്ഷേ കുട്ടികൾക്കായിരിക്കും കൂടുതൽ എൻജോയ്മെന്റ് കൊടുക്കുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോഴും ഒത്തിരി ആളുകൾ അവിടെയുണ്ട്. സോ ഇപ്പോൾ വിസിലടിക്കുന്നു, നമുക്ക് പോകാൻ സമയമായി. എന്താണെന്നറിയില്ല ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു ഒന്നര ഫീലാണ്. സോ അപ്പോൾ ഞാൻ ഒത്തിരി അധികം എൻജോയ് ചെയ്തൊരു സമയമാണ് ഈ ഒരു 10-20 മിനിറ്റ്. വളരെ സേഫാണ്. സേഫ്റ്റി ജാക്കറ്റ് ഉണ്ട്, ഒത്തിരി ചേട്ടന്മാരിവിടെ സ്റ്റാഫുണ്ട്. ഒന്നുകൊണ്ട് പേടിക്കേണ്ട. നമുക്ക് അത്ര ദൂരം കടലിന്റെ ഉള്ളിലോട്ട് പോയി വന്നിട്ട് നിങ്ങൾ ട്രാവൽ സ്ക്യൂഡ് ഇവിടുന്ന് പോവാണ്. ഗിരിചേട്ടാ ബൈ ബൈ. കുഴിപ്പള്ളി ഗ്രാമപഞ്ചായത്തിലുള്ള കുഴിപ്പള്ളി ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അതിനടുത്തുള്ള ആ ഒരു ബീച്ചിലുള്ള ഇങ്ങനെ ഹാങ്ങിങ് ചെയർസ്, സ്വിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഹോൾ ഫാമിലി കുട്ടികൾക്കൊക്കെ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് സ്പോട്ടാണ്, ഒരു ഈവനിങ് സ്പോട്ട്. നിങ്ങൾ കൊച്ചിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ
ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എക്സ്പ്ലോർ ചെയ്യാൻ മറക്കേണ്ട. സോ അപ്പോൾ ഇത്രയും നേരം ട്രാവൽ സ്ക്യൂട്ടിൻ്റെ ഈ വ്ളോഗ് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ലൈക്ക്, കമൻറ്റ് ട്രാവൽ സ്ക്യൂട്ട്സ്. ഞാൻ ഉടനെ തന്നെ കൊച്ചിയുടെ ഏതെങ്കിലും വളരെ എന്താ പറയുക രസകരമായ സ്പോട്ടിൽ നിന്ന് വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്.